Group representations at an intergroup central office. Service centers usually have no authority on their own account. They derive it from the participating groups. Intergroups of central office are essentially AA service entities directly responsible to those they serve, as described in Tradition 9. Local group representatives reflect the group's conscience in the service center operations. In most communities, an intergroup central office committee or steering committee set up to handle the administrative activities of the service office. The steering committee holds regularly scheduled meetings and deals with the general policy and plans. Periodically, the steering committee reports to group representatives on intergroup central office problems and accomplishments. It is extremely important to keep a two-way flow or information going between the intergroup central office and groups. അപ്പോൾ അടുത്ത ഈ ഭാഗം പറയുന്നത് ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസിലെ ഗ്രൂപ്പ് പ്രതിനിധാനത്തെ കുറിച്ചാണ്. സേവന കേന്ദ്രങ്ങൾ സാധാരണയായി സ്വന്തം അധികാരത്തിൽ പ്രവർത്തിക്കുന്നവയല്ല. അവയ്ക്ക് അവരുടെ അധികാരം ലഭിക്കുന്നത് പങ്കാളിത്ത ഗ്രൂപ്പുകളിൽ നിന്നാണ്. ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസുകൾ എയുടെ സേവന ഘടകങ്ങളാണ്. അവ തങ്ങൾ സേവിക്കുന്നവർക്ക് നേരിട്ട് ഉത്തരവാദികളാണ് എന്ന് 9th ട്രഡീഷൻസ് 9ാം പാരമ്പര്യം വിശദീകരിക്കുന്നു. പ്രാദേശിക ഗ്രൂപ്പ് പ്രതിനിധികൾ സേവന കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളിൽ ഗ്രൂപ്പുകളുടെ കൂട്ടായ ബോധം ഗ്രൂപ്പ് കോൺഷ്യസ് പ്രതിഫലിപ്പിക്കുന്നു. മിക്ക സമൂഹങ്ങളിലും ഒരു ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസ് കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. ഇത് സേവന ഓഫീസിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി സ്ഥിരമായ യോഗങ്ങളിൽ ചേർന്ന പൊതുനയങ്ങൾ, പോളിസിയും പദ്ധതികളും പ്ലാൻസ് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നേടിയ വിജയങ്ങളും ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർഗ്രൂപ്പ് സെൻട്രൽ ഓഫീസ് ഗ്രൂപ്പുകൾ തമ്മിൽ ഇരുവഴിയായിട്ടുള്ള ടു-വേ വിവരവിനിമയം തുടർച്ചയായി നിലനിർത്തുന്നത് അത്യന്താപേക്ഷിതമാണ്. ഇതിന്റെ ഉറവിടം ഗൈഡ് ലൈൻസ് സെൻട്രൽ ഓർ ഇന്റർഗ്രൂപ്പ് ഓഫീസ് എന്നുള്ളതിൽ നിന്നാണ് അതിന്റെ ഉറവിടം കിട്ടിയിരിക്കുന്നത്. അപ്പം ഗ്രൂപ്പ് പ്രസന്റേഷൻ, അപ്പൊ ഗ്രൂപ്പുകളും ഇന്റർഗ്രൂപ്പുകളും സെൻട്രൽ ഓഫീസുമായിട്ടുള്ള റെപ്രസെന്റേഷനെ കുറിച്ചാണ്, പ്രതിനിധാനം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്.